നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് വ്യാഴാഴ്ച ഇരിങ്ങാലക്കുടയിൽ സ്വീകരണം നൽകും. രാവിലെ 11-ന് മുനിസിപ്പൽ ടൗൺ ഹാൾ അങ്കണത്തിലാണ് സ്വീകരണ സമ്മേളനം. പുതുയുഗ യാത്രയുടെ പ്രചരണാർത്ഥം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, നിയോജക മണ്ഡലം ഭാരവാഹികളായ വിനു ആന്റണി, എബിൻ ജോൺ, മണ്ഡലം പ്രസിഡന്റുമാരായ ജോമോൻ മാണാത്ത്, ഷാൽവിൻ പെരേര, സജയ് ബാബു, സനൽ KS, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫെസ്റ്റിൻ ഔസഫ് എന്നിവർ നേതൃത്വം നൽകി. KPCC സംസ്കാര സാഹിതിയുടെ കലാജാഥയ്ക്ക് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ സമ്മേളനം മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ അരുൺ ഗാന്ധിഗ്രാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവി സുഭാഷ് പോണോളി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ്, KSS PA നിയോജക മണ്ഡലം സെക്രട്ടറി VK മണി, സംസ്കാര സാഹിതി മണ്ഡലം പ്രസിഡന്റ് ജോൺ നിതിൻ തോമസ്, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഭരത് കുമാർ പൊന്തേങ്കണ്ടത്ത്, ട്രഷറർ AC സുരേഷ്, ബിജു പോൾ അക്കരക്കാരൻ, TG പ്രസന്നൻ എന്നിവർ പ്രസംഗിച്ചു. വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നമുക്കെല്ലാവരും ഇന്നത്തെ ദിവസം എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. അതല്ലെങ്കിൽ നമ്മളെല്ലാവരും ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോ ദിവസം അനുദിനം നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞു വരുന്നു. ഈ ഒരു കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന തീവെട്ടിക്കൊള്ള, അങ്ങനെ തന്നെ പറയാം, സമസ്ത മേഖലകളും നശിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഭരണവും കേന്ദ്ര സർക്കാരിന്റെ അനീതികളും എല്ലാം നമുക്കെല്ലാം കാണാപ്പാടമാണ്. ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ കാര്യങ്ങൾ, നമുക്ക് കേൾവി പോലും ഇല്ലാത്ത, ഏറ്റവും ലാസ്റ്റ് ഇന്നലെ വന്ന ന്യൂസ് അടക്കം ഒരു സർവേയുടെ റിസൾട്ട് വരെ വന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളിലും എല്ലാം അഴിമതി മാത്രമാണ് ഉള്ളത്. അല്ലാണ്ട് സത്യം, നീതി, ധർമ്മം എന്നിവയെല്ലാം ഒന്നും എവിടെയും കാണാനില്ല. നമ്മൾ കേരളക്കരക്കാരെ എപ്പോഴും പറയുന്ന, അല്ലെങ്കിൽ ഓണക്കാലത്ത് പാടുന്ന ഒരു പാട്ടുണ്ട്, മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല. പക്ഷെ ഇന്ന് എവിടെ തിരിഞ്ഞാലും കളവ് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കളവില്ലാത്ത ഒരു മേഖലയും ഇല്ല. എല്ലാം നടത്തപ്പെടുന്ന കാര്യങ്ങളിൽ മുഖം മറച്ചുകൊണ്ട് പുറകത്തിനപ്പുറം കളവ് മാത്രം നടത്തി പൊതുജനങ്ങളെ ഓരോ മനുഷ്യരെയും വിറ്റ് തിന്നുന്ന, അല്ലെങ്കിൽ അവർക്കെല്ലാം കടക്കണിയിലാക്കുന്ന ഓരോ നിമിഷവും അതെന്തോന്നു അമ്മ ഉപയോഗിക്കാൻ പറ്റൊന്നും പോട്ടെ കേട്ടാ. രൂപ തെരഞ്ഞെടുപ്പാ വരുന്നത്. ജനങ്ങൾ വലിച്ചു പറിച്ച് താഴെയിടും. നല്ല ഈശ്വരിയുള്ള ചെറുപ്പക്കാര് പിള്ളേരെ അപ്പുറത്തുണ്ട്. അവരൊക്കെ വല്ല ഗർഭക്കേസിലോ പെട്ടുകേസിലോ കുടിക്കുക കേട്ടാ. അങ്ങനെ നോക്കിയാൽ നമ്മുടെ കൂട്ടത്തിൽ 90% അകത്ത് കിടക്കേണ്ടി വരും. മന്ത്രിമാരും MLA മാരും അടക്കം. അതില് നീയും കൊടുക്കട്ടാ.
ഓടിച്ചു വന്നൊരു ചെറുപ്പക്കാരൻ ഹൈവേ റോഡിൽ കുഴിയിൽ വീണു. കാറ്റ് പോയെന്നാ തോന്നുന്നത്. അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കേരളത്തിലെ ഏതാണ്ടെല്ലാ റോഡുകളും ന്യൂയോർക്കിൽ സമാനമാക്കി വെച്ചിട്ടാണല്ലോ ഞാൻ അമേരിക്കയിലേക്ക് പോയത്. ന്യൂയോർക്ക് മണ്ണാങ്കട്ട. നോക്ക്, നാട്ടുകാർ കാണുന്നതിന് മുമ്പ് വേഗം തടി കഴിച്ചിലാക്കാൻ നോക്ക്. അമ്മാതി വിരട്ടിൽ നിന്നൊന്നും പേടിച്ചു പോകുന്നതാണല്ലോ ഞാൻ കേട്ടാ. ധർമ്മടത്തെ വെണ്ണംകോളയിന്റെ വരാത്തേലേ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ കുന്തം ഡൽഹിയിലെത്തിയ മുട്ടി വിറക്കും. എന്തിന്? നിയമസഭാ തെരഞ്ഞെടുപ്പ് തോമസ് ഉണ്ണിയാടനെതിരെ പോസ്റ്റർ. ഇനിയും തോൽക്കാൻ ഉണ്ണിക്ക് സീറ്റില്ല എന്നെഴുതിയ പോസ്റ്റർ സേവ് UDF, സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി പതിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര വ്യാഴാഴ്ച ഇരിങ്ങാലക്കുടയിലെത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയെന്ന ലക്ഷ്യമാണ് പോസ്റ്റർ പതിച്ചതിന്റെ പിന്നിലെന്നാണ് വിവരം. ഇരിങ്ങാലക്കുട സീറ്റിൽ 2 തവണ പരാജയപ്പെട്ട കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യം ശക്തമായിരുന്നു. 2 തവണ പരാജയപ്പെട്ട തോമസ് ഉണ്ണിയാടനെ മാറ്റി കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനെത്തിയ നിയോജക മണ്ഡലത്തിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി ചാൾസ് ഡയസിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന നേതൃയോഗങ്ങളിലും സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലന പദ്ധതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS തമ്പി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കവിത സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനപ്രതിനിധികളായ സന്ധ്യ വിജയൻ, രാഗി ഗിരീഷ്, ഡാലിയ സലീഷ്, വടക്കങ്കര ഗവൺമെന്റ് സ്കൂൾ പ്രധാനാധ്യാപിക ഷിനി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ നമുക്കറിയാം ഈ കുളം മനോഹരമാക്കി നമ്മൾ എലമ്പലക്കാട്ട് ക്ഷേത്രത്തിനകത്താണ് ചെയ്യാമെന്ന് വിചാരിച്ചത്, ക്ഷേത്രക്കുളത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ പിന്നീട് ഇത് വന്ന് കണ്ട പ്രിയപ്പെട്ട ഹരിലാൽ അവർ പറഞ്ഞത് അനുയോജ്യമായ ഈ കുളമാണ്, നമുക്കിവിടെ ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിവിടെ ചെയ്യാം. മറ്റൊന്ന്, നമുക്ക് ഇപ്പോൾ ഏറ്റവും പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യം കുട്ടികൾ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ അപകടത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ജീവിതം ഒരു ലഹരിയാക്കി മാറ്റണം. നമ്മുടെ കുട്ടികളൊക്കെ ഈ മയക്കുമരുന്ന്, ഈ കഞ്ചാവ്, അത് ഇതിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവരെ സംബന്ധിച്ചുകൊണ്ട് ഇവർ സമൂഹത്തിനകത്ത് എന്തോ ആണ് എന്നുള്ള ധാരണ ഇവരുടെ മനസ്സിലുണ്ട്. അത് ഈ നീന്തലിലൂടെ ആയാലും ഫുട്ബോളിലൂടെ ആയാലും അല്ലെങ്കിൽ മറ്റ് കലാകായിക പ്രവൃത്തികളിലൂടെ ആണ് ഞാൻ മികച്ചതെന്ന് നമ്മുടെ സമൂഹത്തിനെ ഇവരെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലാതെ കഞ്ചാവ് വലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ MDMA ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ സമൂഹത്തിൽ വലിയ ആളുകളാവുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നീന്തലായിരിക്കണം ലഹരി, അല്ലെങ്കിൽ പാട്ടായിരിക്കണം, അല്ലെങ്കിൽ ഡാൻസായിരിക്കണം, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയായിരിക്കണം. ഇരിങ്ങാലക്കുട കിഴക്കുമുറി NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് ഭാസി കാരപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി അരുൺ ഗാന്ധിഗ്രാം വാർഷിക ബജറ്റും റിപ്പോർട്ടും അവതരിപ്പിച്ചു. മുനിസിപ്പൽ കൗൺസിലർ പ്രേമ പാറയിൽ യൂണിവേഴ്സിറ്റി ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിയ മേധ ഭരത് കുമാർ, SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കരയോഗം ട്രഷറർ താഴ്ത്തുവീട്ടിൽ കരുണാകരൻ, വൈസ് പ്രസിഡന്റ് പൊന്തേങ്കണ്ടത്ത് ഭരത് കുമാർ, വനിതാ സമാജം പ്രസിഡന്റ് സുശീല കരുണാകരൻ, സംഘം പ്രസിഡന്റ് ജ്യോതി ജയൻ എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ ഏതാണ്ട് വളരെയധികം പേർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. വേഗം തൊണ്ടയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന രീതിയുണ്ട്. ഇനി അടുത്തത് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞു, ഇന്നലെയും തിരക്കുണ്ടായിരുന്നു, ഇന്ന് രാവിലെ മുതലാണ് ചെറുതായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് ദീർഘമായൊരു പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഒരു ആവശ്യം ഈ കരയോഗത്തിലില്ല. കാരണം അത്രമാത്രം പ്രവൃത്തി പരിചയവും അനുഭവ സമ്പത്തുമുള്ള ആൾക്കാരുള്ള, ഇച്ഛാശക്തിയുള്ള കുറച്ച് ആൾക്കാർ വളരെ കൃത്യതയുടെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു കരയോഗമാണ്. പക്ഷെ ഇത് ഈ ഫോട്ടോ അനാച്ഛാദനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, അതാരുടേതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ധാരാളം ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഗോപി സാർ ഇവിടെ വന്ന കാലം മുതൽ ഞാനും ഇവിടെ എത്തിയിട്ട് ഏതാണ്ട് 50 വർഷം കഴിഞ്ഞു. ആ വന്ന കാലം മുതൽ
ഗോപി സാർ ഇവിടെ ഈ കോളേജിൽ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ബ്രദറിനിലോ ഞാൻ ജഡ്ജിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒരേ സ്ഥലത്ത് താമസിക്കാൻ വരെ ഇടയായിട്ടുള്ള അത്രയും വലിയ ബന്ധമായിരുന്നു. അദ്ദേഹം ഒരു മജിസ്ട്രേറ്റായിരുന്നു. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത മൂലം അപകടങ്ങൾ നിത്യസംഭവങ്ങളാകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധിച്ച് BJP പൂമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ചേലൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം എടക്കുളം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ പൊതുയോഗം BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. വിപിൻ പാറമേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അശ്വിനി ജിനേഷ്, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി പൂമംഗലം, CV അജയ്കുമാർ, മീന അനിൽ, ലിൻഡോ ബേബി, സ്മിത അനിൽ, ദിനിൽ എന്നിവർ പ്രസംഗിച്ചു. കർത്തവ്യ വിലോപം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് നമ്മോട് പിരിയേണ്ടി വന്നത്. കൃത്യമായി തന്റെ സൈഡിലൂടെ വണ്ടി ഓടിച്ചു വന്ന സജിയേട്ടനെ അതിവേഗത്തിൽ ഓവർടേക്ക് ചെയ്ത് വന്ന തൃശ്ശൂർ ബസ് ഇടിച്ചിടുകയായിരുന്നു. ഇതുപോലെ തന്നെ സമാനമായ സംഭവം ഔട്ടത്തൂരിലുമുണ്ടായി. ഒരു യുവതി അതിദാരുണമായി കൊല്ലപ്പെട്ടു. ചേർപ്പിലും ഉണ്ടായി. അടുത്തടുത്ത് 3 മരണങ്ങളാണ് ഈ റോഡ് പണിയുടെ പേരിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഉപഭോക്തൃ ക്ലാസ് ഇതിലൂടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് നടത്തിയോ? നമുക്കെല്ലാവർക്കും അറിയാം, 2 വർഷമായിരുന്നു തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ ആറ്റോൺ എന്ന കമ്പനിക്ക് നൽകിയ കോൺട്രാക്ട്. ഈ 2 കൊല്ലം 4 കൊല്ലമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. 12 പ്രാവശ്യമാണ് റോഡ് പണി നിർത്തിവെച്ചത്. പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട്. പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനു തുടങ്ങണം ഈ പണി? നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കി, റോഡിലുള്ള കടകളിലെ കച്ചവടം മുഴുവൻ ഇല്ലാതാക്കി, 2 കൊല്ലം തൊട്ട് 4 കൊല്ലം എടുത്ത് 2 കൊല്ലത്തെ വരുമാനം മുഴുക്കെ ഇല്ലാതെയാക്കിയത് ഈ സർക്കാരും അവരുടെ വിവരം കെട്ട നേതാക്കളുമാണ്. ചേർപ്പും ഔട്ടത്തൂരും നമ്മുടെ ചേലൂര് കോൾവന്റെ മുൻവശം കഴിഞ്ഞാല് അടുത്തത് ഏറ്റവും കൂടിയ അപകട മേഖല ഈ പൂമംഗലം പഞ്ചായത്താണ്. 3 സ്കൂളുകള് ഈ ബസ് പോകുന്ന വഴിയിലുണ്ട്, വഴിയോട് ചേർന്ന് തന്നെ. ഇവിടെ ഒന്നും വേഗം പാലിക്കുന്നില്ല. 80 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ചെറിയ വഴിയിലൂടെ ബസ്സുകൾ കാലത്ത് ചീറിപ്പാഞ്ഞു പോകുന്നത്. സ്ഥലം മാറിപ്പോകുന്ന ഇരിങ്ങാലക്കുട മുനിസിപ്പൽ സെക്രട്ടറി MH ഷാജിക്കിന് യാത്രയയപ്പ് നൽകി. മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ സുജ സഞ്ജീവ് കുമാർ, PV ശിവകുമാർ, TK ഷാജു, മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയഗിരി, മുൻ കൗൺസിലർ അഡ്വക്കേറ്റ് KR വിജയ എന്നിവർ പ്രസംഗിച്ചു. മറ്റു പല സ്ഥാപനങ്ങളിലും JSIയും സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിച്ച കാലഘട്ടത്തിലും പലപ്പോഴും ബന്ധപ്പെടാനും നേരിട്ട് പ്രവർത്തനങ്ങളെ വീക്ഷിക്കാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കോമൺ സർവീസിൻ്റെ സംഘടനയുടെ ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നന്നായി ഒരു സഹപ്രവർത്തകൻ എന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ നഗരസഭയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് 2 മാസത്തെ പ്രവർത്തനം മാത്രമേ ഇത്രമാത്രം പരിചയസമ്പന്നതയാണ് ഷാജിക്ക് ഒരുമിച്ച് ഭരണപരമായ കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു പ്രവർത്തനത്തിൽ കടന്നു വരുമ്പോൾ അവിടുത്തെ നിലവിലെ രീതികളും നിലവിലെ ഫയലുകളുടെ സ്ഥിതിയൊക്കെ പരിശോധിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഉദ്യോഗസ്ഥരെന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ ഫയലുകളിൽ അദ്ദേഹം കുറിക്കുന്ന കുറിപ്പുകൾ, ആ ഫയലുകളിൽ തീരുമാനമെടുക്കുന്നത്, മുനിസിപ്പൽ കൗൺസിൽ തീരുമാനമെടുക്കേണ്ടതിന് വേണ്ടി ശുപാർശ ചെയ്യുന്നത് ഒക്കെ നമുക്ക് കാണുമ്പോൾ
ഒരു ഉദ്യോഗസ്ഥൻ എത്രമാത്രം കൃത്യതയോടുകൂടി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പ്രവർത്തിക്കണം. ഒരു സമ്മാനം തിരിച്ചുകൊണ്ട് ഒരു സ്നേഹത്തിന്റെ സമ്മാനം സമ്മാനിക്കുകയാണ്. ഫോട്ടോയിൽ എല്ലാ സെക്ഷനിലും ഉദ്യോഗസ്ഥന്മാരും ഒത്തുചേർന്ന് ഒരു മനോഹരമായ ഒരു മംഗളപത്രം അദ്ദേഹത്തിന്റെ സെക്ഷനുകളും എല്ലാ വിഭാഗവും ഒത്തുചേർന്ന്. കാണാതായ ഗൃഹനാഥന്റെ മൃതദേഹം ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തി. എടക്കുളം പാഴാട്ട് ഹരിദാസന്റെ മൃതദേഹമാണ് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ഓഫീസ് റോഡിലെ ദൈവപരിപാലന ഭവനത്തിന്റെ മുൻവശത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മുതലാണ് ഇയാളെ കാണാതായത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും പോലീസും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. 48 വയസ്സായിരുന്നു. പ്രീതി ഭാര്യയും ഹൃദ്യ, നവ്യ എന്നിവർ മക്കളുമാണ്. ആളെ തിരിച്ചറിഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.